ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 1 മുതൽ 5 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗത്ത് മനുഷ്യ ജീവിതത്തിലെ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലെ, ഭക്തി മാർഗത്തിലെ 2 സ്ഥിതികളാണ്, അവസ്ഥകളാണ്, 2 കാലങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒരു മനുഷ്യൻ്റെ പഴയകാല ജീവിതം, പാപത്തിൽ ജീവിക്കുന്ന അനുഭവം, ആ കാലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ കാലഗതികൾ, ആകാശത്തിലെ അധികാരങ്ങൾ, അനുസരണക്കേടിൻ്റെ അനുഭവങ്ങൾ, ജഡത്തെ അനുസരിച്ച്, അഥവാ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതനുസരിച്ച് ജീവിക്കുന്ന അനുഭവം, ജഡമോഹങ്ങളിൽ ജഡത്തിൻ്റെ അഥവാ ശരീരത്തിൻ്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ അഥവാ ഈ ലോക സംബന്ധമായ ജീവിതം, ഇത് അഭക്തൻ്റെ ജീവിതമാണ്. ഇനി രണ്ടാമതൊരു ജീവിതത്തെക്കുറിച്ച് കൂടെ ഈ വചനത്തിൽ ചുരുക്കമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മെ രക്ഷിച്ചതിന് ശേഷമുള്ള, അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ, ബലിയാഗത്തിൽ വിശ്വസിച്ച് ആ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് അംഗീകരിച്ച് ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ അനുഭവം. ഈ അനുഭവത്തെക്കുറിച്ച് അതൊരു ഉയർപ്പിൻ്റെ അനുഭവമെന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയകാല ജീവിതം പാപത്തിൽ മരിച്ച അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവഭക്തിയിൽ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അതൊരു പുനരുത്ഥാനത്തിൻ്റെ, ഉയർപ്പിൻ്റെ അവസ്ഥയാണ് രൂപപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇതേ ലേഖനം എഴുതിയ പൗലോസ് അവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രയെന്ന്. പഴയതെല്ലാം കടന്നു പോവുകയാണ്. പഴയ പാപങ്ങൾ, പഴയ ചിന്തകൾ, പഴയ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ മനോവികാരങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം, അതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവഭക്തിയിൽ അടിസ്ഥാനമിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുന്ന അനുഭവം, ഇത് ഉയർപ്പിൻ്റെ അനുഭവമാണ്, പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ്, ഭക്തിയുടെ മാർഗമാണ്, വിശ്വാസമാർഗമാണ്. ഈ ജീവിതം നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യജീവനിലാണ്. ആ നിത്യജീവൻ്റെ അനുഭവം കർത്താവായ യേശുവിലൂടെ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ മക്കളായി, പ്രിയ മക്കളായി ജീവിക്കുവാൻ ഈ തിരുവചനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ